നിനക്കെന്താ ഒരു മൂഡ് ഔട്ട്? ഇഷ്ടം തുറന്നു പറയാനുള്ള ശ്രമം ഇന്നും പരാജയപ്പെട്ട് കാണും. വക്കീല് മത്സരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നീ അല്പം സ്പീഡ് കൂട്ടിയേ പറ്റൂ. വൺ വേ ആകുമ്പോ പിന്നെ എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാലോ, അല്ലേ കൂട്ടുകാരാ? എന്തായാലും മത്സരിക്കാനൊന്നും ഞാനില്ല. മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മതി. എനിക്ക് ഉറപ്പാ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അല്ല, സപ്പർ സർക്കിട്ട് എടുത്തിട്ട് കുറെ ദിവസമായില്ലേ? ഇന്നൊന്ന് കളപ്പുര കൂടിയാലോ? വിശാലാക്ഷൻ സംഭവം മറന്നു നീ. ഏതായാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നണേ. പല നാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുന്ന ചൊല്ല്. ഇതുവരെ രക്ഷപ്പെട്ടത് നമ്മുടെയൊക്കെ ഭാഗ്യം. ഒര നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെങ്ങന്മാരുള്ളവനെ ഞാൻ. ഒര നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ ചുമരങ്ങ് തട്ടിയാ പോരെ. കൊത്തി കൊത്തി തറവാട്ടിക്കൽ കൊത്തല്ലേ. പേരുദോഷം പെങ്ങന്മാർക്ക് മാത്രമൊന്നുമല്ല, എനിക്കുണ്ട്. റാങ്ക് ലിസ്റ്റിനെ വിളിക്ക് വയ്ക്കുന്ന ഒരു അഭ്യസ്ത വിദ്യയാണ് ഞാൻ. അവന്റെ ഒരു റാങ്ക് ലിസ്റ്റ്. എടാ, നിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വിളിയൊക്കെ വലുതാണടാ നമ്മുടെ വിശപ്പിന്റെ വിളി. ഇന്ന് രാത്രി വീണ്ടും നമ്മൾ കൂടും. പദ്ധതിയൊക്കെ എന്റെ മനസ്സിലുണ്ട്. തവിടും പിണ്ണാക്കും തിന്നുകൊഴുത്ത നല്ല സുന്ദരി കോഴികൾ. എവിടെ എവിടെ? ഗോപാല മുതലാളിയുടെ വീട്ടിൽ. ചന്തയുടെ വീട്ടിലോ? അതെ. എന്തെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിൽ പറയാൻ ഒരു തമാശ വേണ്ട. തമാശക്ക് വേണ്ടിട്ടാണെങ്കിൽ റോട്ടിൽ കൂടി തുണിയില്ല നടന്ന പോരെ. എടാ, നിന്റെ ആഗ്രഹങ്ങളിൽ ഭൂമിയിൽ വെച്ച് നടക്കാൻ സാധ്യതയുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ? കാമുകിയുടെ വീട്ടിലെ കോഴിമോഷണം. വിവാഹവും ഫസ്റ്റ് നൈറ്റും പരലോകത്ത് വെച്ചെങ്കിലും നടക്കട്ടെ എന്ന് ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ കിഴക്ക് ഭാഗത്തേക്കാണ് പട്ടിക്കൂട്. പിന്നെ വടക്ക് ഭാഗത്ത് പൊട്ടക്കണുണ്ട്, അത് സൂക്ഷിക്കണം. പിന്നെ സംഭവം കഴിഞ്ഞിട്ട് പടിഞ്ഞാറ്റ് വഴി പോയാൽ മതി. അപ്പൊ ഓക്കെ. അല്ല മുരളി, നീ എവിടേക്കാ? അവളൊന്ന് കാണാൻ. ഇപ്പൊ ഈ നേരത്തോ? അവൾ ഉറങ്ങുന്ന ഒന്ന് കാണാൻ. സുന്ദരിമാർ സ്വയം മറന്നുറങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തം ഉണ്ടെന്നേ എവിടെയോ വായിച്ചിട്ടുണ്ട്. പോയിട്ട് ഞാനും വരാം. അയ്യടാ, അതെ, നിനക്ക് ശരിക്കും വട്ടുണ്ടോ? അവൻ പോയി. ഏതായാലും വന്നല്ലേ, നമുക്ക് പണി തുടങ്ങാം. കോഴിക്കോട് എവിടെ എന്നെ സ്മെല്ല് പിടിച്ചോ? എനിക്ക് കോൾഡാ. അവനെ പിടിക്കും ഉറപ്പാ. എന്റെ ദൈവമേ, ഒരുത്തനെ കിട്ടിയാ മതി, എല്ലാം പൊളിയും. ആരോ വരുന്നുണ്ട്. തുറന്നു പറയൂ. അമ്മായിയപ്പൻ ഷോക്ക് വെച്ചു അല്ലേ? നീ എങ്ങനെ രക്ഷപ്പെട്ടു? എന്താ നിന്റെ കയ്യില്? തൂവൽ. എന്റെ പിടക്കോഴിയുടെ മനോഹരമായ തൂവൽ. എന്താണ് ഇത്? അവളുടെ പാവാടയും ബ്ലൗസും ഞാൻ മോഷ്ടിച്ചു. ഇതാണ് ഞാൻ. അവളെ കാണാൻ എന്ത് സൗന്ദര്യമാണെന്നോ. ശരിയാണ്. തുടരുത്, അത് അവളല്ലേ പറയേണ്ടത്, നീയാണോ? അവിടുന്ന് ഞങ്ങൾക്ക് അടിച്ച ഷോക്ക് നിനക്കായിരുന്നെങ്കിൽ നിന്റെ വട്ടെങ്കിൽ ഒന്നും മാറി കിട്ടും. അതെ, വാടാ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാലോ ഉരുളിക്കിടാം. ഏയ്, ഇഷ്ടമാണോ എന്നെ? മിണ്ടിയില്ലെങ്കിലും എനിക്കറിയാം ആ മനസ്സിൽ ഞാനുണ്ടെന്ന്. ഓർക്കുന്നുണ്ടോ നീ ഒരു ലവ് ലെറ്റർ തന്നതിന് നീ ഉണ്ടാക്കി വെച്ച പുകില്? ഒരാഴ്ച അമ്മ എന്നോട് മിണ്ടിയില്ല. ഒടുവിൽ നിരാഹാരം പ്രഖ്യാപിച്ചപ്പോ ക്ഷമിച്ചു. ദേഷ്യമായിരുന്നു എനിക്ക് നിന്നോട്. പക്ഷെ SSLC ഡിസ്റ്റിങ്ഷനോട് പാസ്സായപ്പോ ഒളിച്ച് നീ എനിക്ക് ചോക്ലേറ്റ് തന്നില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഹലോ സുഹൃത്തെ, തലയ്ക്ക് വെളിവില്ലേ? ഷോക്കേറ്റ് ചാവേണ്ടതായിരുന്നു ഞങ്ങള്. നീ ഇവിടെ പാവാടയും ബ്ലൗസും മോട്ടിച്ചുകൊണ്ട് വന്ന് നാടകം കളിക്കുന്നു. അല്ല, എന്താ അതിന്റെ അർത്ഥം? ഇനി ഒരു അക്ഷരം ശബ്ദിച്ച
നശിപ്പിച്ചളയും ഞാൻ ഇവളെ. ആ വാടാ, അവന്റെ ഒരു തോലും. എന്താ പ്രസിഡന്റ് ഒന്നും മിണ്ടാത്തത്, എന്താ പ്രസിഡന്റ് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ അനങ്ങാണ്ടിരിക്കുകയാണെന്നാണോ നിങ്ങൾ ധരിച്ചത്? ബുദ്ധി പ്രവർത്തിപ്പിക്കുകയായിരുന്നു. ഗോപാല മുതലാളിക്ക് ഇങ്ങനെ ഒരു വേല ഒപ്പിക്കാനുള്ള സൂത്രം പറഞ്ഞു കൊടുത്തത് ഞാനാണടോ, ഞാനാ. ഇപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മനസ്സിലായല്ലോ ഈ വിശാലകക്ഷൻ നിരപരാധിയാണെന്ന്. പറയാറായിട്ടില്ല. ഷോക്കേറ്റവരിൽ ഒന്നെങ്കിലും ചത്ത് കാണും. 1 or 2 ദിവസം കഴിഞ്ഞാൽ ചീർത്ത് വീർത്ത് ആ ശവം പൊന്തും. ആ ശവത്തിന്റെ ബന്ധത്തിലൂടെയേ ബാക്കിയുള്ള കള്ളന്മാരെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും കറണ്ട് വെച്ചത് അല്പം ക്രൂരമായി പോയി. ഇവൻ ആരോടോ ഇത്തരം സംഗതിയിൽ മനസാക്ഷി പാടില്ല. അതെ, ഉപ്പ് തിന്നവൻ ആരായിരുന്നാലും നാരങ്ങ വെള്ളം കുടിക്കും. ഈ പഞ്ചായത്തിൽ ഇതൊരു പാഠമാകണം. അതാണ് കറണ്ട് വെച്ച് കൊന്നിട്ടായാലും ആ കള്ളനെ പിടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത്. ദുഷ്ടനാണ് അയാൾ, ക്രൂരൻ. കൊല്ലാനായിരുന്നു ഇത്ര പരിപാടി. എന്തായാലും നമുക്ക് ഷോക്ക് വെപ്പിച്ച അയാൾക്ക് തിരിച്ചൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. എന്ന് വച്ചാൽ ഇന്ന് രാത്രി നമ്മുടെ പദ്ധതി അയാളുടെ വീട്ടിൽ. വേണ്ടടാ, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എന്താ റാങ്ക് ലിസ്റ്റിൽ പേരിലുണ്ടാ? അതുകൊണ്ടൊന്നുമല്ല, ഇത്ര ഇഷ്യൂ ആയ സ്ഥിതിക്ക് ഇനി വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ഈ ശരീരത്തിൽ കൈയിനും കാലിനും പുറമെ നട്ടെല്ലെന്ന് പറഞ്ഞൊരു സാധനമില്ല. അല്പനാണ് അയാൾ. ഒരു തിരിച്ചടി അയാൾക്ക് ആവശ്യമാണ്. സ്വന്തം വീട്ടിൽ വെച്ചാവുമ്പോ ദുരഭിമാനം ഓർത്ത് സംഗതി പുറത്തു പറയില്ല. കള്ളന്മാരാണെങ്കിലും ആണത്തുള്ളവരായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാം. ഇതോടെ നമുക്ക് ഈ കളി ഇവിടെ അവസാനിപ്പിക്കാന്നേ. സൂക്ഷിക്കണേ, പരിസരബോധം വേണേ. ഇതൊരു നാറ്റം, കുളിക്കാറില്ലെന്ന് തോന്നുന്നു. ഉണ്ടാതെ വാടാ, എന്നോടല്ല. കാലത്തിന്റെ ഒരു പോക്കെ. പകലൊക്കെ എത്ര മാന്യന്മാരായിരുന്നു ഈ പിള്ളേര്. പഠിപ്പുണ്ട്, പണിയെടുത്ത് ഇതിന്റെ ആരോഗ്യമുണ്ട്. എന്നിട്ട് ആരാൻ പോറ്റുന്ന കോയിനെ കട്ടിയിട്ട് വല്ല കാര്യമുണ്ടാ നമുക്കുകൾക്ക്? ഇതുങ്ങളെ എല്ലാം പോറ്റുന്നതിന് പകരം 4 വാഴ നട്ടെങ്കിൽ അതെങ്കിലും കുടുംബത്തിന് നേട്ടമുണ്ടായിരുന്നേനെ. തല്ലുകൊള്ളാനുള്ള ആരോഗ്യം നേരത്തെ ഉണ്ടാക്കിക്കൊണ്ട് നന്നായി. കണ്ടില്ലേ തിന്ന് ചീർത്തിരിക്കണത്? അത്താഴത്തിൽ എന്നും ചിക്കൻ, പിന്നെ അങ്ങനെ ചീർക്കാതിരിക്കും. എന്റെ ഓപ്പോള് പോയിട്ട് 4 കോഴിയാ ഈ കൂർക്കന്മാര് തിന്നെ. ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. ആ കള്ളന്മാരെ വിശാലാക്ഷം വിശാലമായൊന്ന് കാണട്ടെ. 1, 2, 3, 4. 4 ഉണ്ട്. ഓർമ്മയുണ്ടോ ഈ മുതുക്? ഒരനശ്വര പ്രേമബന്ധം തീർക്കാൻ കല്ലിന്റെ രൂപത്തിൽ ധൂമകേതു പതിച്ചത് ഈ മുതുകത്തായിരുന്നു. പക്ഷേ സത്യം കാലം തെളിയിച്ചു. സ്നേഹപ്പാരകളായ എന്റെ നാട്ടുകാരെ, ഈ വിശാലാക്ഷം നിരപരാധിയാണെന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ക്ഷമിക്കണം, അന്ന് സത്യം അറിയാതെ ഒരുപാട് തല്ലി. ഏയ് സാരമില്ല. എന്റെ ഇടത് കൈയുടെ യാപ്പ് തേർത്തിട്ട് ഇപ്പൊ ക്ഷമ ചോദിക്കുന്നു. ഇനി ക്ഷമ തന്റെ അച്ഛൻ തരും. കുഴിയാലിയെയും ഗുരുവായൂർ കേശവനെയും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാവണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. എഫ്ഒയിനോടൊപ്പം എക്സ് ചേർത്താലുള്ള അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. ഫോക്സ്, മലയാളത്തിൽ പറഞ്ഞാൽ കുറുക്കൻ. എന്താ എന്താ അവിടെ? അയ്യോ, കുട്ടി അറിഞ്ഞില്ലേ? കോഴിക്കള്ളന്മാരെ പിടിച്ചു. അന്ന് മോളുടെ വീട്ടിൽ വെച്ച് കറണ്ട് തട്ടിച്ചാവേണ്ട സാധനങ്ങളായിരുന്നു. ഇന്നലെ രാത്രി പ്രസിഡന്റാ പിടിച്ചത്. ആ, മോള് പോയി കണ്ടിട്ട് വാ. ഒന്ന് മാറിയെന്നേ, ആ കുട്ടി ഒന്ന് കാണട്ടെ. കണ്ടോളൂ. ആ കുട്ടി എന്തിനാ തിരിച്ചിട്ട് പോയത്? എന്താ സന്ധ്യ? കോഴിക്കള്ളന്മാര് പിടിച്ചു, കെട്ടിയിട്ടിരിക്കുക. കോഴി അയ്യോ, കരിഭൂതം വരുന്നുണ്ട്. കാഴ്ചക്ക് ഇങ്ങനെ നാട്ടിൽ വക്കീലും പോലീസും ഉണ്ടായിട്ട് എന്താ കാര്യം? കള്ളനെ പിടിക്കാനും കെട്ടിയിടാനും പ്രസിഡന്റ് തന്നെ വേണ്ടി വന്നു. പ്രസിഡന്റ് എവിടെ? ചായക്കടയിലുണ്ട്. ഒരു ദിവസം ഇവന്മാർ എന്റെ വീട്ടിലെത്തുമെന്ന് എനിക്ക് നേരത്തെ തന്നെ നിശ്ചയുണ്ടായിരുന്നു. അറിയോ, 4 ദിവസം കുടിയും തീറ്റും കൊടുത്ത് ആ മല്ലന്മാരെ ഞാൻ പോറ്റിയത്.
എന്തായാലും പ്രയോജനപ്പെട്ടല്ലോ, അത് മതി. ഹലോ, ഇതാര് വക്കീലോ? കള്ളന്മാരെ കണ്ടില്ലേ? പ്രസംഗിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനും പ്രസിഡന്റിനെ അറിയാമെന്ന് ഇപ്പൊ മനസ്സിലായോ? വളരെ മോശമായി പോയി. അതെന്താ അവരെ കൊല്ലാത്തോ? ഇവരെ ഈ രീതിയിൽ ശിക്ഷിച്ചത് ആ വക്കീല് പറയണ എനിക്ക് മനസ്സിലാവില്ല. കണക്കിന് തല്ലിയില്ലേ? പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രഹസനം കൂടി ആവശ്യമുണ്ടായിരുന്നോ? കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചത് തെറ്റായി പോയി എന്നാണോ വക്കീല് പറയണത്? ശിക്ഷിക്കണം, പക്ഷെ ഇത് ക്രൂരമായി പോയി. ഇങ്ങനെ ഒരു ശിക്ഷ കൊണ്ട് ഇവർ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളന്മാരാകാനേ സാധ്യതയുള്ളൂ. എന്താ അവർ ചെയ്ത കുറ്റം? നാടിനെ ഒറ്റിക്കൊടുക്കുന്ന ചാരപ്പണിയൊന്നുമല്ലല്ലോ. അത് ചെയ്തവരെ പോലും ഇത്തരത്തിൽ ശിക്ഷിച്ചിട്ടില്ല. പ്രായം കൊണ്ട് തോന്നുന്ന ചില തമാശകൾ. തൊഴിലില്ലാത്ത ഇവരുടെ ഈ അവസ്ഥയിലായിരുന്നു ഞാനെങ്കിൽ ഞാനും ഇതിലൊരുവനാകുമായിരുന്നു. നിങ്ങൾക്കും ഈ പ്രായമായിരുന്നെങ്കിൽ നിങ്ങളുമൊക്കെ ഇതിലൊരുവനാകുമായിരുന്നു. എന്താ ഇനിയും അവരെ പ്രദർശനത്തിന് വെക്കണോ? എന്തായാലും ഞാൻ അവരെ അഴിച്ചുവിടാൻ പോവുക.